ഒരു ഇന്റർവ്യൂ പാറ്റേൺ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ പാറ്റേൺ എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ട്രസ്റ്റിൽ ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. ഞാൻ പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് എനിക്ക് പറയുന്ന ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എനിക്കൊരു 6 ഫോം തന്നിട്ട് അത് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഫില്ല് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. 10 മിനിറ്റ് അവിടെ ടൈമർ വെച്ച് തന്നിട്ട് പോയി. നമ്മൾ 10 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ആ ജോബ് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അല്ലാണ്ട് നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, പിന്നെ NHSന്റെ കോമൺ ക്വസ്റ്റ്യൻസ് ആണല്ലോ, ട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ, NHS വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതുണ്ടാവും. പിന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലാബിന്റെ SOPs, പിന്നെ അങ്ങനെ അല്ലാണ്ട് സിനോറിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന സിനോറിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഓരോ ട്രസ്റ്റ് അനുസരിച്ച് ചിലര് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ തരും. എന്നിട്ട് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ നമ്മൾ ആക്കണം. ഒരു 10 മിനിറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ട്രെയിൻസ് ഇന്റർവ്യൂസ് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ മൈക്രോബയോളജി ആയിരുന്നു അത് അപ്ലൈ ചെയ്തത്. അപ്പം ഒരു 3 ക്വസ്റ്റ്യൻസ് മൈക്രോബയോളജിയും 2 ക്വസ്റ്റ്യൻസ് കോമൺ NHS ക്വസ്റ്റ്യൻസും ആണ് അവർ ചോദിച്ചിരുന്നത്. അങ്ങനെ ശരിക്കും ഇപ്പൊ എന്നോടാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരെല്ലാരും പറയണം, ബ്രോ ഞങ്ങൾ NHSലാണെങ്കിലും നോക്കി മടുത്തു, ഒത്തിരി റിജക്ഷൻ മെയിൽ വന്ന് കണ്ട് മടുത്തു എന്ന് പറഞ്ഞു. എത്ര റിജക്ഷൻ മെയിൽ വന്നിട്ടുണ്ടാവും? എനിക്ക് കുറെ റിജക്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ഒരു റിജക്ഷൻ വരുമ്പോഴും അടുത്ത ശരിയാവും എന്നുള്ളൊരു ഹോപ്പിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ അവിടെ ഫംഗ്ഷനിൽ തിരിച്ച് ഇവിടെ കൊണ്ടെത്തിയത്. അപ്പം ഇതിൽ എനിക്കറിയാം ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിന്റെ പേരും ഇൻസ്റ്റാഗ്രാമിന്റെ IDയും ഞാൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യില്ലേ? ഉറപ്പായിട്ടും. താങ്ക് യു. ഞാനിപ്പം എന്റെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതുകൊണ്ട്. അതെ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.